Hi dear students, welcome back to Physics Fundamental Mastery with FM. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 നമ്മുടെ റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും തമ്മിലുള്ള വെരി കണ്ടീഷണൽ റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NCERT പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റാണത്. ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പല ക്വാണ്ടിറ്റീസും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലീനിയർ മെക്കാനിക്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പഠിച്ചത് അല്ലേ? കാരണം റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആസ് യു ക്യാൻ സീ ഇൻ ദ സ്ക്രീൻ. അതെന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ ലീനിയർ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഒരുവിധം ടേമുകളൊക്കെ നമ്മളിങ്ങനെ അനലോഗസ് ആയിട്ട് നമ്മൾ പഠിച്ചു വന്നു. അതിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷൻ ആണല്ലോ ലീനിയർ മൊമെന്റം വെക്ടർ പി ഈസ് ഈക്വൽ ടു എം വെക്ടർ വി. അതുപോലെ ആംഗുലാർ മൊമെന്റം വെക്ടർ എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എം വി, അതുപോലെ എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എം വി എന്ന റിലേഷന് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ലീനിയർ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ലീനിയർ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ബട്ട് വാട്ട് അബൌട്ട് എം? എം ഇസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. റെഡി അല്ലേ? അപ്പോൾ നമുക്കറിയാം ലീനിയർ മൊമെന്റത്തിന്റെ ഡിറക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും അത് ലീനിയർ വെലോസിറ്റിയുടെ ഡിറക്ഷനാണ്. ഓൾ ദ ടൈം അതിൽ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. റെഡി അല്ലേ? എന്നാൽ നമുക്ക് എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന ഇക്വേഷനിൽ ആംഗുലാർ മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ആംഗുലാർ വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റിയുടെ ഡിറക്ഷൻ ആണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഡിറക്ഷൻ എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുമോ? No, never. You may think I am so crazy, but please. L is equal to I vector omega എന്ന ഇക്വേഷൻ നമ്മൾ പല സ്ഥലത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പലരും ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ആംഗുലാർ വെലോസിറ്റിക്കും ആംഗുലാർ മൊമെന്റത്തിനും എപ്പോഴും ഒരേ ഡിറക്ഷൻ ആണെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നോ, എപ്പോഴുമല്ല. അതൊരു കണ്ടീഷണൽ റിലേഷൻഷിപ്പ് മാത്രമാണ്. നമുക്ക് ചില എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സിമ്പിൾ പെൻഡുലം നിങ്ങൾക്കറിയാം അല്ലേ? സിമ്പിൾ പെൻഡുലം നോക്ക് നിങ്ങൾ. സിമ്പിൾ പെൻഡുലം നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ട് ഉള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ലാബിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കോണിക്കൽ പെൻഡുലം കേട്ടിട്ടുണ്ടോ? കോണിക്കൽ പെൻഡുലം. എന്താ കോണിക്കൽ പെൻഡുലം? യെസ്, ഇതാണ് കോണിക്കൽ പെൻഡുലം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു കോണാണ് ഇവിടെ നമ്മുടെ ബോബ് ശരിക്കും ബോബിന്റെ മോഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊരു സർക്കുലാർ മോഷനിലാണ് ബോബ് ഉള്ളത്. പക്ഷെ മൊത്തത്തിൽ ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ താഴോട്ട് നോക്ക്, ഇതുപോലെ നിങ്ങൾക്ക് ഒരു കോണല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അതൊരു കോണാണ്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് കോണിക്കൽ പെൻഡുലം എന്ന് പറയാം. അപ്പൊ ബോബിന്റെ മോഷൻ ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി അതൊരു സർക്കുലാർ പാത്തിലാണ് ഇവിടെ ബോബ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കേസിൽ ആംഗുലാർ മൊമെന്റത്തിനും ആംഗുലാർ വെലോസിറ്റിയുടെയും ഡിറക്ഷൻസ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ്, രണ്ടും ഒരേ ഡിറക്ഷൻ ആണോ അല്ലേ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. യെസ്, നോക്കൂ. ഇവിടെ സപ്പോസ് ഞാൻ അതിനൊരു ഒരു ഡയഗ്രമാറ്റിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്നെങ്കിൽ ഇതാണ് നമ്മുടെ ബോബ്, ശരിയല്ലേ? അപ്പൊ ബോബ് ഇത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണ്. അപ്പൊ ഈ ബോബ് ഇവിടെ സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. കണ്ട, സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നു. അങ്ങനെ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് സീ ദിസ്, ഇതിന്റെ വെലോസിറ്റി നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യാം? ഇതിന്റെ വെലോസിറ്റി ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കുമല്ലോ വെലോസിറ്റി ഉണ്ടാവുക. നമുക്ക് സോളിഡ് ലൈനിൽ തന്നെ മാർക്ക് ചെയ്യാം. യെസ്, വെലോസിറ്റിയുടെ ഡിറക്ഷൻ എന്ന് പറഞ്ഞത് ഇവിടെ ടാൻജൻഷ്യൽ ആണ്. വെലോസിറ്റി ടാൻജൻഷ്യൽ ഡിറക്ഷനിലാണ് വെലോസിറ്റി ഉണ്ടാവുക. റെഡി? യെസ്. ഇനി നോക്കൂ, ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ എബൌട്ട് ദ പോയിന്റ് ഓഫ് സസ്പെൻഷനിലുള്ള ആംഗുലാർ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ആംഗുലാർ മൊമെന്റം എന്ന് നമ്മൾ പറയുമ്പോൾ എബൌട്ട് വിച്ച് പോയിന്റ് ആണ് ആംഗുലാർ മൊമെന്റം നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ലീനിയർ വെലോസിറ്റിയുടെ ഡിറക്ഷൻ, കാരണം ഇങ്ങനെ സർക്കുലർ പാത്താണ് പോകുന്നതെങ്കിൽ ലീനിയർ വെലോസിറ്റിയുടെ ഡിറക്ഷൻ ഇതാണ്, നമുക്ക് യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. റെഡി? അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയുടെ ഡിറക്ഷൻ എന്താ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് അലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് നമുക്ക് പറയാൻ അറിയാം അല്ലേ? ആംഗുലാർ വെലോസിറ്റി ഒരു ആക്സിയൽ വെക്ടർ ആണ്. ഇറ്റ് ഈസ് ആൾവേസ് ഡിറക്റ്റഡ് അലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഈ ബോബിന്റെ ഒമേഗ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ആംഗുലാർ വെലോസിറ്റി ആണ്, അതിന്റെ ഡിറക്ഷൻ along the axis of rotation ആണ്. Now what about angular momentum? Angular momentumത്തിന്റെ ആക്ച്വൽ നോക്കൂ, L is equal to നമുക്ക് എന്തറിയാം? L is equal to R cross P അല്ലേ?
എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ആർ ക്രോസ് പി എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എം വി ആണ്. ആർ ക്രോസ് എം വി, എം സ്കേലർ ആണ്. അതുകൊണ്ട് തന്നെ ആറിന്റെയും വിയുടെയും ക്രോസ് പ്രോഡക്റ്റിന്റെ ഡിറക്ഷൻ എങ്ങോട്ടാണോ ആ ഡിറക്ഷനിലായിരിക്കും എൽ ഉണ്ടാവുക. ക്രോസ് പ്രോഡക്റ്റിന്റെ ഡിറക്ഷൻ നമുക്കറിയില്ല. എ ക്രോസ് ബിന്റെ ഡിറക്ഷന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എ ക്രോസ് ബി ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, നോക്കാം നമുക്ക്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു ഇയാളുടെ പൊസിഷൻ വെക്ടർ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാ. പൊസിഷൻ വെക്ടർ നോക്കൂ, പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണ് ഞാൻ ഒറിജിൻ ആക്കി എടുക്കുന്നത്. ഒറിജിൻ എനിക്ക് അബൌട്ട് ഏത് പോയിന്റിൽ ആംഗുലാർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗുലാർ മൊമെന്റം വേണമെങ്കിൽ എനിക്ക് ഈ പോയിന്റ് അബൌട്ട് ദിസ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അബൌട്ട് ദിസ് പോയിന്റ്. അപ്പൊ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്ന മക്കളെ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാകുക. ദിസ് ഈസ് പൊസിഷൻ വെക്ടർ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയുന്നത് വളരെ സൂക്ഷിച്ചാലേ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ കഴിയൂ. കാരണം ഇതിന്റെ പൊസിഷൻ വെക്ടർ നോക്കിക്കോളൂ. പൊസിഷൻ വെക്ടർ അപ്പോൾ ഇങ്ങോട്ടാണ്. ആ പൊസിഷൻ വെക്ടറിന് ഞാൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് പൊസിഷൻ വെക്ടർ ഈ രൂപത്തിലായിരിക്കും എനിക്ക് പൊസിഷൻ വെക്ടർ കിട്ടുക. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ മുതൽ ഇവിടെ വരെയാണ് പൊസിഷൻ വെക്ടർ. ആ വെക്ടറിനെ ഞാൻ അവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരച്ചതാ. റെഡി? അപ്പൊ ഇതേ ലെങ്ത്തിൽ തന്നെ കാണിക്കണേ, അത് വേറെ കാര്യം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമുക്ക് പറയാം ഇതാരാ? അപ്പൊ ഇതാരാ? ആറ്. ദിസ് ഈസ് ആർ. ദിസ് ഈസ് ആർ. ആർ ക്രോസ് എം വി അല്ലേ എനിക്ക് വേണ്ടത്? ഓക്കെ, അതൊരിക്കലും നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നോക്കിയിട്ട് നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. നേരെ മറിച്ച് നോക്കൂ, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ നമ്മുടെ ബോബ് ഈ പോയിന്റിലാണെന്ന് വിചാരിക്കുക, ഈ പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ ഈ ഒരു കോണിന്റെ സർഫസിലൂടെ പൊസിഷൻ വെക്ടർ ഇവിടെ എത്തി. ലീനിയർ വെലോസിറ്റി നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ട് ലീനിയർ വെലോസിറ്റി. റെഡി അല്ലേ? അപ്പൊ ആർ ക്രോസ് വി ഡിറക്ഷൻ എന്ന് പറഞ്ഞ പ്രത്യേകത എന്താ? ചെരിഞ്ഞിട്ടാണ് ഇവിടെ ആറ് വരുന്നത്, വി ഇങ്ങോട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിന് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? ഒരു ചെരിഞ്ഞ പ്ലെയിന് നിങ്ങൾക്ക്, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? കാരണം ആറും വിയും കൂടെ ഉൾക്കൊള്ളുന്ന പ്ലെയിന്. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ആംഗുലാർ മൊമെന്റം. മക്കളെ മനസ്സിലായോ നിങ്ങൾക്ക്? നോക്കൊന്നുകൂടെ നോക്ക്. ഇതാ ആറ് ഇങ്ങോട്ട്, എൽ അങ്ങോട്ട്, അത് രണ്ടും കൂടെ ഉൾക്കൊള്ളുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഇത് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആരുണ്ടാവുക? ആംഗുലാർ മൊമെന്റം. വൈ? സിംപ്ലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ആറും പിയും ഉൾക്കൊള്ളുന്ന പ്ലെയിൻ ഏതാണോ, പി എന്ന് ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ വിന്റെ ഡിറക്ഷൻ തന്നെ. അപ്പൊ ആറും വിയും ഉൾക്കൊള്ളുന്ന പ്ലെയിൻ ഏതാണോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ആംഗുലാർ മൊമെന്റം. പക്ഷെ ആംഗുലാർ വെലോസിറ്റിയോ? ഇറ്റ് ഈസ് അലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഇവിടെ ആംഗുലാർ മൊമെന്റത്തിനും ആംഗുലാർ വെലോസിറ്റിക്കും രണ്ടും രണ്ട് ഡിറക്ഷൻ ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ്. നമ്മുടെ പോയിന്റ് എന്താ? എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന് പറയുമ്പോൾ എല്ലിനും ഒമേഗക്കും ഒരേ ഡിറക്ഷൻ ആണെന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ തെറ്റ്. എന്നാൽ എല്ലിനും ഒമേഗക്കും ഒരേ ഡിറക്ഷനുള്ള സിറ്റുവേഷൻ ഉണ്ടോ? ഡെഫിനറ്റ്ലി യെസ്. സ്പെഷ്യൽ കേസസിലാണത്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ടോപ്പിക്കിലൊക്കെ നോർമലി ഡിസ്കസ് ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ ആംഗുലാർ മൊമെന്റത്തിനും ഒമേഗക്കും ഒരേ ഡിറക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നോക്കൂ, ഇത് കോണിക്കൽ പെൻഡുലം ഒന്നല്ല. ഇത് ഞാൻ നോക്കൂ, ഇവിടെ ഒരു സ്ഫെരിക്കൽ ബോഡി ഒരു സർക്കുലാർ പാത്ത് ഫോളോ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചത്. ദ സ്ഫെരിക്കൽ ബോഡി സർക്കുലാർ പാത്ത് ഫോളോ ചെയ്യുന്നു. റെഡി? ഈ ഒരു സിറ്റുവേഷനിൽ അബൌട്ട് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഞാൻ ആംഗുലാർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ. about the center of the circle angular momentum. അപ്പോൾ ആ സമയത്ത് എൻ്റെ പൊസിഷൻ വെക്ടർ ആരാ? യെസ്, ദിസ് ഈസ് ദ പൊസിഷൻ വെക്ടർ. ആ സമയത്ത് ലീനിയർ വെലോസിറ്റി ഏതാ? അത് നോക്കുക, ഇങ്ങോട്ട്. ഇവർ രണ്ടു പേരും ഉൾക്കൊള്ളുന്ന പ്ലെയിന് ഒരേ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അപ്പൊ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കൂ, ആക്സിസിന് പാരലൽ ആയിട്ടാണ് അവിടെ നിങ്ങൾക്ക് ആംഗുലാർ മൊമെന്റം കിട്ടുക. വൺസ് അഗൈൻ സീ ദിസ്. അബൌട്ട് ദിസ് പോയിന്റ്, അബൌട്ട് ദ സെന്റർ ഓഫ് ദ സർക്കിൾ നമ്മൾ ആംഗുലാർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇതാണ് പൊസിഷൻ വെക്ടർ ആൻഡ് ദിസ് വൺ ഈസ് ദ ലീനിയർ വെലോസിറ്റി. അപ്പൊ ഇത് രണ്ടും ഒരേ പ്ലെയിനിലാ. കാരണം ഇങ്ങനെയാണ് സർക്കുലാർ പാത്ത് ഫോളോ ചെയ്യുന്നത്, ഇങ്ങനെ. അപ്പൊ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് ആ റേഡിയസ് വെക്ടർ ആണ്. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അലോങ് ദ ടാൻജന്റ് ആണ്. ഇത് രണ്ടും ഒരേ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ആർ ക്രോസ് വി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോങ് ദ ആക്സിസ് എന്നാണ് കിട്ടുക. എന്ന് വെച്ചാൽ ആക്സിസിന് പാരലാണ് ഈ ഒരു സിറ്റുവേഷനിൽ ആംഗുലാർ മൊമെന്റം. എന്ന് വെച്ചാൽ ആംഗുലാർ മൊമെന്റം ഈ കേസിൽ ആംഗുലാർ വെലോസിറ്റിയുടെ അതേ ഡിറക്ഷനാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അത് ഇത്തരം സന്ദർഭത്തിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. അതായത് ഒരു റിജിഡ് ബോഡി അതിൻ്റെ സിമ്മട്രിക് ആക്സിസിൽ
റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, സ്പിൻ ചെയ്യുന്ന സമയത്ത് ആംഗുലാർ മൊമെൻറ്റത്തിനും ആംഗുലാർ വെലോസിറ്റിക്കും ഒരേ ഡിറക്ഷൻ ആയിരിക്കും. അവർ പാരലൽ വെക്ടേഴ്സ് ആയിരിക്കും. നോട്ട് ആൾവേസ്. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ അപ്പോൾ ശരിയാണോ? ഇക്വേഷന്റെ പ്രശ്നം എന്താ? കാരണം ഇത് ശരിക്കും ആരാ? മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേഷ്യ യഥാർത്ഥത്തിൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണോ? അല്ല. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒരു ടെൻസർ ക്വാണ്ടിറ്റി ആണ്. ആക്ച്വൽ എക്സ്പ്രഷൻ ഓഫ് ദി ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുക. നമ്മൾ മെട്രിക്സ് ഫോമിലാണ് ഇക്വേഷൻ എഴുതുക. പക്ഷേ ഈ ഒരു ഫോം ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല. നമുക്ക് +1-ലും +2-ലും നീറ്റിനും ജെയ്ക്കും അഡ്വാൻസിനും ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതിവിടെ റെപ്രസെൻറ്റ് ചെയ്താണ്. നമുക്കിത് തന്നെ മതി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എന്തിൽ ഒളിഞ്ഞിരിക്കുകയാണത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒരു ടെൻസർ ക്വാണ്ടിറ്റിയാണ്, സ്കേലാർ ക്വാണ്ടിറ്റി അല്ല. അതൊരു സ്കേലാർ രൂപത്തിൽ നമുക്ക് ഫീൽ ചെയ്യിക്കാൻ നിങ്ങൾക്ക് L ∑i പറയാം. ബട്ട് ഓൺ സ്പെഷ്യൽ കണ്ടീഷൻ. ആ കണ്ടീഷനിൽ മാത്രം, എല്ലാ സമയത്തും അല്ല. ഒരു സിമ്മട്രിക് ആക്സിസിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കൂ, എന്താണ് യഥാർത്ഥത്തിൽ സ്കേലാർ? സ്കേലാറും വെക്ടറൊക്കെ ടെൻസർ തന്നെയാണ്. പക്ഷെ ഒരു സ്കേലാർ എന്ന് പറഞ്ഞത് ടെൻസർ ഓഫ് റാങ്ക് 0 ആണ് യഥാർത്ഥത്തിൽ സ്കേലാർ എന്ന് പറഞ്ഞത്. അതുപോലെ വെക്ടർ എന്ന് പറഞ്ഞത് ടെൻസർ ഓഫ് റാങ്ക് 1 ആണ്. പക്ഷെ ടെൻസറിന്റെ റാങ്ക് 2 ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ എബവ് 2 ആകുമ്പോൾ, എബവ് 2 നമുക്ക് തീരെ ഡിസ്കസ് ചെയ്യാനില്ല, 2 ഉള്ള സിറ്റുവേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത്തരം സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ടെൻസർ ആയിട്ട് ആ ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. അതർവൈസ് വി വിൽ യൂസ് സ്കേലാർ ഓർ വെക്ടർ എന്ന ടേംസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണത്. ഓക്കെ. ഇനി NCERT-യിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നിങ്ങൾ കണ്ടോളൂ. ഇതെവിടെയാണ്? ഇത് നമ്മളെ പോയിന്റ്സ് ടു പോണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് ടു പോണ്ടറിൽ the angular momentum vector L and angular velocity omega are not necessarily parallel vectors. However, for the simpler situations discussed in this chapter, when rotation is about a fixed axis, which is an axis of symmetry of the rigid body, the relation L is equal to I omega holds good, where I is the moment of inertia of the body about the rotation axis. ഇപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കത് ക്ലിയർ ആണെങ്കിൽ ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ വായിച്ച് ഉടനെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങളത് വായിച്ച് നിങ്ങളുടെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ്, L is equal to I omega is a conditional friendship. അത് എപ്പോഴും ഉള്ളതല്ല, അതൊരു കണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ് ആണ്. It only happens when the body is symmetric about the axis of rotation. If the body is lopsided or the axis is tilted, ആക്സിസ് ടിൽറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡംബൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ള ഒരു ആക്സിസിലാണെങ്കിൽ അവിടെ ക്ലിയർ ആണ്. നേരെ മറിച്ച് ആക്സിസ് ടിൽറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആംഗുലാർ മൊമെൻറ്റവും ആംഗുലാർ വെലോസിറ്റിയും ഡിഫറെൻറ്റ് ഡിറക്ഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ആംഗുലാർ മൊമെൻറ്റം ഗോസ് ഇറ്റ്സ് ഓൺ വേ. അത് ആംഗുലാർ വെലോസിറ്റി ഒന്നും ഒരിക്കലും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഐ എം ഗിവിംഗ് യു 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും, ക്വസ്റ്റ്യൻ നമ്പർ 1, നൗ ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻഡ് ഫൈനലി ക്വസ്റ്റ്യൻ നമ്പർ 3, 3 നിങ്ങൾ ആൻസർ ചെയ്യണേ. ഇത് 3 നിങ്ങൾ ആൻസർ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ കറക്റ്റ് ആൻസേഴ്സ് ഞാൻ പിൻ ചെയ്ത് വെക്കാം അതിന് ശേഷം. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.